ചലഞ്ച് ചെയ്യാൻ പോവാണ്. അത് കൈ കൊണ്ട് തിന്നാൻ പാടില്ല. ഈ കെട്ടിയിട്ട് ഇങ്ങനെയാണ് തിന്നാൻ പാടുള്ളൂ. കൈ തൊട്ടവർ ഔട്ടാവും. അത് ജയിച്ച ആൾക്ക് ലേസ് കിട്ടും 10 രൂപേന്റെ. അത് 2 അപ്പൊ സ്റ്റാർട്ട് ചെയ്യാ. ഓക്കെ അല്ലേ? കൈ രണ്ട് ബാക്കി കേട്ട്. കൈ ഉപയോഗിക്കാൻ പാടില്ല. ഫസ്റ്റ് കഴിക്കുന്ന ആൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ 2 ലേസിൻ്റെ മൈൻഡ്. തോറ്റ ആൾക്ക് ലേസില്ല കേട്ടോ. അപ്പോൾ വായ കൊണ്ട് മാത്രം കഴിക്കുക. സ്റ്റാർട്ട് ചെയ്യാ. 3, 2, 1 സ്റ്റാർട്ട്. കൈ ബാക്ക് കെട്ട്. ദേവൂട്ടൻ ഒരു കടി കടിച്ചിട്ടുണ്ട്. അച്ചുട്ടി കൈ ഉപയോഗിക്കണോ? അച്ചുട്ടിക്ക് കിട്ടില്ല കേട്ടോ. കൈ ഉപയോഗിച്ച ഔട്ടാണ്. കൈ ബാക്കിൽ കെട്ടിയവർക്ക് മാത്രം. നീ ഔട്ടായി. ദേവൂട്ടൻ ഔട്ടായി. ദേവൂട്ട ബിസ്ക്കറ്റ് എടുത്ത് മാറിക്കോ. കട്ടണ്ട, മാറിക്കോ. അച്ചുട്ടി എന്തായാലും ഔട്ടാവും. അമ്മൂട്ടി ഔട്ടാവും കേട്ടോ. പാറു മാത്രമാണ് നേരെ കളിക്കണുള്ളൂ. കൈ ബാക്ക് കെട്ട് പാറു. ചാടിയിട്ടുണ്ട്. കടിച്ചോ? ശരി. അപ്പൊ അവർക്ക് കെട്ടി വെച്ചത് കിട്ടണില്ല പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് മുഖത്ത് വെച്ചിട്ട് കണ്ണിൽ വെച്ചിട്ട് വായിക്കണം. അപ്പൊ അവന് ദേവട്ടന് ഒരു അവസരം കൂടിയും കിട്ടി. ഓക്കെ. അപ്പൊ എന്നാ അങ്ങനെ വെച്ചോളൂ എല്ലാവരും. വെക്കി. ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ കഴിക്കാൻ പാടുള്ളൂ. വെച്ചോ. ഇനി കൈ ഉപയോഗിക്കരുതട്ടോ. കണ്ണിൽ വെച്ചത് കണ്ണില്. ഓക്കെ. 3 അവിടെ വെക്കാൻ പറ്റോണ്ട് വെക്ക്. 3, 2, 1 സ്റ്റാർട്ട്. വേഗം കൈ ഉപയോഗിക്കണ്ട. വേഗം തിന്നെ. ആരാ ഫസ്റ്റ് കഴിഞ്ഞ അവർക്ക് ലേസ് കിട്ടോ. വേഗം തിന്നെ. അവിടെ നിന്നാ മതി. വായ കാണിക്കണം. ഓക്കെ. അനാമികയാണ് ഫസ്റ്റ്. അപ്പം അനാമികയ്ക്ക് ലേസ് ഗിഫ്റ്റ് കിട്ടാൻ പോണ്. ഓക്കെ. അപ്പം അനാമികയ്ക്ക് ഗിഫ്റ്റ്. അനാമികയാണ് ജയിച്ചത് കേട്ടോ. എല്ലാവർക്കും കൊടുക്കണം. എല്ലാവർക്കും കൊടുക്ക്. ഒറ്റയ്ക്ക് തിന്നാൻ പാടില്ല. എത്ര ലേസ് ഒറ്റയ്ക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? ഇനി വെക്കണോ? ഇനി ഇതുപോലത്തെ ഗെയിം വേണോ? ഇനി ഇതുപോലത്തെ ഗെയിം വേണോ? ഇനി എന്ത് ഈറ്റിംഗ് ചാലഞ്ചാ വേണ്ട പറയും നിങ്ങള്? പറ്റില്ല.